സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിക്ക് നൽകേണ്ട വീൽചെയർ ഉദ്യോഗസ്ഥർ വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തുവെന്നും പരാതി ഉയരുന്നു. കോഴിക്കോട് ചേളന്നൂർ BRCയിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച സംബന്ധിച്ച പോലീസ് റിപ്പോർട്ടിൽ നടപടി ഇല്ലാതായതോടെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കുട്ടിയുടെ പിതാവ്. 24 ബ്രേക്കിംഗ് ന്യൂസ്. ചേളന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടിക്ക് വീൽചെയർ അനുവദിച്ചിരുന്നു. 2017-18 കാലയളവിൽ നൽകിയ വീൽചെയർ പക്ഷേ 4 ദിവസങ്ങൾക്കകം തിരിച്ചെടുത്തു. അത് തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് പിതാവ് നന്മണ്ട സ്വദേശി ശശികുമാർ നടത്തിയ ഇടപെടലിലാണ് ഉദ്യോഗസ്ഥർ വ്യാജരേഖ ചമച്ചതായി തെളിഞ്ഞത്. 30,000 രൂപ വില വരുന്ന വീൽചെയർ തിരിച്ചെടുക്കുന്നതിന് അനുമതി നൽകിയതായി കാണിച്ച് ശശികുമാറിന്റെ പേരിൽ വ്യാജ ഒപ്പ് ഇട്ടിട്ടുണ്ട്. കുട്ടിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാതെ ചെയ്തുവെന്ന് കാണിച്ച് ഭാര്യ കെ സുജയുടെ പേരിലും ഉദ്യോഗസ്ഥർ വ്യാജരേഖയുണ്ടാക്കി. 2023 മുതൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തുകയാണ് പിതാവ്. അതായത് ഞാൻ 2 കൊല്ലമായിട്ട് നിയമ പോരാട്ടം നടത്തിയിട്ടും DGP ഇവർക്ക് കൈമാറി എന്നല്ലാതെ കമ്മീഷണർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ കൈമാറി ACP കൊടുത്തു. പക്ഷേ ACP ഉമേഷ് എന്ന് പറഞ്ഞ ആൾ ആ രേഖകളൊക്കെ പിടിച്ചു വെച്ചാണ്. അതായത് കുറ്റക്കാർക്ക് കാവൽ നിൽക്കുകയാണ് പോലീസും എല്ലാ ഉദ്യോഗസ്ഥന്മാരും. DGPക്ക് നൽകിയ പരാതിയിൽ BRCയിലെ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് കോടതിയെ സമീപിച്ചത്. ഇനിയിപ്പം ഞാനൊരു സമരമുറയിലേക്ക് നീങ്ങി, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അപ്പം കോടതിയിൽ രക്ഷ കിട്ടുന്നില്ല. ഇത് ജില്ലാ കോടതി ജഡ്ജിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാം ഹൈക്കോടതിൻ്റെ രജിസ്ട്രാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നടപടിയില്ല. കോടതിയിൽ സമർപ്പിച്ച രേഖകൾ ഉന്നത ഇടപെടലുകളെ തുടർന്ന് അഭിഭാഷകർ നശിപ്പിച്ചതായും പരാതിയുണ്ട്. ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത കുട്ടിയുടെ പേരിലാണ് ഉദ്യോഗസ്ഥർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. വിഷയത്തിൽ വിശദമായ അന്വേഷണവും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും വേണം. കോഴിക്കോട് നിന്ന് സമീർ മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.